പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ 35 ദിവസത്തെ കേരള കളക്ഷൻ 17,17,00,000 നരിവേട്ട സിനിമയുടെ 21 ദിവസത്തെ കേരള കളക്ഷൻ 16,62,00,000. പടക്കളം സിനിമയുടെ 36 ദിവസത്തെ കേരള കളക്ഷൻ 12,52,00,000. ഡിറ്റക്റ്റീവ് വിജിലൻസ് സിനിമയുടെ 21 ദിവസത്തെ കേരള കളക്ഷൻ 4,79,00,000. മിഷൻ ഇംപോസിബിൾ സിനിമയുടെ 27 ദിവസത്തെ കേരള കളക്ഷൻ 3,88,00,000. ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ 7 ദിവസത്തെ കേരള കളക്ഷൻ 3,44,00,000. തഗ് ലൈഫ് സിനിമയുടെ 8 ദിവസത്തെ കേരള കളക്ഷൻ 2,66,00,000. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമ 8 ദിവസം കൊണ്ട് 40 ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ശേഷം ദിലീപും മാജിക് ഫ്രെയിംസും ഒന്നിക്കുന്ന സിനിമ ഉടനെ അനൗൺസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പണി സിനിമയിലെ നായക അഭിനയ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗീത ആർട്സിൻ്റെ നിർമ്മാണത്തിൽ അല്ലു അർജുനെ നായകനാക്കി ബേസിൽ ജോസഫ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നെന്ന് ഇപ്പോൾ റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. ബേസിൽ ജോസഫ് അല്ലു അർജുനോട് കഥ പറഞ്ഞെന്നും അല്ലു അർജുന് ഇഷ്ടമായെന്നും അല്ലു അർജുൻ്റെ 23ാമത്തെ സിനിമയായിട്ട് ഈ ഒരു ചിത്രം ഒരുങ്ങുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രൺവീർ സിംഗിനെ നായകനാക്കി ബേസിൽ ജോസഫ് ചെയ്യാനിരുന്ന ശക്തിമാൻ സിനിമയാണോ ഇതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് സത്യമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം.